ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വേൾഡ് കപ്പിൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ മാച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ച് കണ്ടിരുന്നു. ആ ഒരു മാച്ചിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഫ്രാൻസ് വളരെ ഈസി ആയിട്ട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമി ഫൈനലിലേക്ക്, ഈ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. ഒരു മാച്ച് നമ്മൾ രണ്ടാമതൊന്നുകൂടി ഇരുന്ന് കണ്ടിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രാൻസിലേക്ക് വരുമ്പോൾ ഒരു 4-2-3-1 ഫോർമേഷനിൽ യൂഷ്വലി കാണുന്ന രീതിയിലാണ് അവർ ഈ ഒരു മാച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാക്ക് ഫോറിൽ സെൻട്രൽ ബാക്സ് ആയിട്ട് ഉപമയ്ക്കാനും അതുപോലെ തന്നെ വില്യം സാലിബയും കാണുന്നുണ്ട്. ഫുൾ ബാക്സ് ആയിട്ട് റൈറ്റിൽ കൊണ്ടേയും അതുപോലെ തന്നെ ലെഫ്റ്റിൽ ഡിയഗ്നയാണ് വരുന്നത്. മിഡ്ഫീൽഡിലായിട്ട് സെൻട്രൽ ഏരിയയിൽ നമ്മൾ റാബിയോട്ടിനെയും അതുപോലെ തന്നെ കോനയും കാണുന്നു. വിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റിൽ ഡംബലയും ലെഫ്റ്റിൽ ഡുവയും പിന്നെ ഒരു ഫോർവേഡ് നിരയിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് എംബാപ്പയും അതിന് പിറകിലായിട്ടൊരു നമ്പർ 10 റോളിലേക്കാണ് ഒലീസെ വരുന്നത്. ആൻഡ് ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിൽഡപ്പിൽ അങ്ങനെ ഒരുപാട് വേരിയേഷൻസിലേക്കൊന്നും അവർ പോകുന്നില്ല. ഒരു ഇനീഷ്യൽ ബിൽഡപ്പ് ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഫോർ തന്നെ വെച്ചിട്ട് ഒബമയ്ക്കാനും അതുപോലെ തന്നെ വില്യം സാലിബയും ഫുൾ ബാക്സ് ലൈനിലുണ്ട്. പിന്നെ റാബിയോട്ടും കോനയും ഇവർ തന്നെയാണ് ആ ബിൽഡപ്പിൽ പല സമയത്തും ഹെൽപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ ഈ ബിൽഡപ്പ് ഫേസിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ഈ റാബിയോട്ടിൻ്റെയും അതുപോലെ തന്നെ കോനയുടെയും ഒരു ബോൾ പ്രോഗ്രഷൻ എബിലിറ്റിയാണ്. അവർ അത്യാവശ്യം ഫ്രണ്ടിലേക്കും വിങ്ങിലേക്കൊക്കെ ആയിട്ട് ബോൾ സപ്ലൈ ചെയ്യാനും ആ ഒരു ബിൽഡപ്പ് ഇനീഷ്യൽ ബിൽഡപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ചില സമയത്ത് റാബിയോട്ട് ലെഫ്റ്റിലേക്ക് കൂടുതൽ പന്തുമായിട്ട് പോകാൻ ശ്രമിക്കുന്നതും അങ്ങോട്ടേക്ക് പാസുകൾ സപ്ലൈ ചെയ്യുന്ന രീതിയിലും കോനയും അത്യാവശ്യം ക്യാരി ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിനെ മറികടന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റ്സിലേക്കും അദ്ദേഹം എത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും വേരിയേഷൻസ് വരുന്നത് ആ ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് ബിൽഡപ്പിന് ശേഷമാണ്. പന്ത് കുറച്ചുകൂടി ആ ഒരു ബാക്കിൽ നിന്ന് തുടങ്ങി മുന്നോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പൊസിഷൻ റൊട്ടേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നതും. എല്ലാ പ്ലേയേഴ്സും സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുന്ന ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന കിലിയൻ എംബാപ്പി ഉൾപ്പെടെയുള്ളവർ ആ ഒരു പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യാനും ഇറങ്ങി വരാനും ആ ഒരു ഇൻ്റർചേഞ്ച് ചെയ്യാനൊക്കെ കഴിയുന്ന അതിന് സാധിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ്. അതിൽ ഏറ്റവും അധികം എഫക്റ്റീവായിട്ട് എനിക്കൊരു മാച്ചിൽ തോന്നിയത് റൈറ്റിൽ വരുന്ന പൊസിഷൻ റൊട്ടേഷനാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് ബിൽഡപ്പ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ബാക്ക് നന്നായിട്ട് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതായത് കൊണ്ടേ കൃത്യമായിട്ട് മുന്നോട്ട് കയറി പോകുന്ന സിറ്റുവേഷൻസ് കാണാം. അവിടെ റൈറ്റ് സൈഡിൽ ഡെംബലെ, ഒലീസെ, കൊണ്ടേ ഇവരുടെ ഒരു പൊസിഷൻ റൊട്ടേഷൻ ഒരുപാട് സിറ്റുവേഷൻസിൽ ഡിഫറൻ്റ് ആയുള്ള രീതികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് കൊണ്ടേ എക്സ്ട്രീമിലും ഒലീസെ ഇൻസൈഡിലും ഡെംബലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ കാണാൻ സാധിക്കും. ചില സിറ്റുവേഷനിൽ ആ ഒരു എക്സ്ട്രീം ഏരിയയിലേക്ക് ഒലീസെ വരുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ കൊണ്ടേ ഇൻസൈഡിലേക്ക് പോയി അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നതും ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പൊസിഷനിൽ ഡെംബലെ കാണാം. അതുപോലെ തന്നെ ചില സമയത്ത് കൊണ്ടേ അഡ്വാൻസ് ചെയ്ത് എക്സ്ട്രീമിലും ഒലീസ ഇൻസൈഡിലും നിൽക്കുന്ന ആ രീതിയിലെല്ലാം ഒരുപാട് സമയങ്ങളിൽ ഈ റൊട്ടേഷൻ കൃത്യമായിട്ട് ഫ്രാൻസിന്റെ റൈറ്റ് സൈഡിൽ നടക്കുന്നുണ്ട്. അതുവഴി ആ ബിൽഡപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പാസുകൾ കളിച്ച് ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തിക്കാനും ഫ്രാൻസിന് സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഒലീസ തന്നെയാണ്. നല്ല രീതിയിലുള്ള ടെക്നിക്കൽ എബിലിറ്റി ഉള്ള, ബോൾ ക്യാരി ചെയ്യാൻ എബിലിറ്റി ഉള്ള, നല്ല പാസുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിന്റെ സാന്നിധ്യം ഈ ഒരു സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ ഫ്രാൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ചധികം മൂവ്മെന്റ്സ് നമുക്ക് ഒരു മാച്ചിൽ തന്നെ കാണാൻ സാധിക്കും. 18ാമത്തെ മിനിറ്റിലെ റൈറ്റ് എക്സ്ട്രീമിൽ വെച്ച് പന്ത് റിസീവ് ചെയ്യുന്ന ഒലീസെ പന്ത് ക്യാരി ചെയ്ത് പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് പോയിട്ട് ഇൻസൈഡിലേക്ക് പന്തുമായിട്ട് കയറുന്നതും ഇൻസൈഡിൽ എംബാപ്പയെ ഫൈൻഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. എംബാപ്പെ പിന്നീട് അത് ലെഫ്റ്റിലേക്ക് ആ ഒരു പന്ത് സ്വിച്ച് ഓവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ 56ാമത്തെ മിനിറ്റിൽ ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പിൽ നിന്ന് പന്ത് സ്വീകരിച്ച് പന്തുമായിട്ട് ക്യാരി ചെയ്ത് 2 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് വന്ന എംബാപ്പയെ ഫൈൻഡ് ചെയ്യുന്ന മറ്റൊരു മൂവ്മെന്റ് കാണാം. പക്ഷേ ആ ഒരു മൂവ്മെന്റിൽ എംബാപ്പെ ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഹാഫിൽ ഗോൾ വന്ന സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും അവിടെയും ഡ്രോപ്പ് ചെയ്ത് ഒലീസയെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം സെൻട്രൽ ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് പന്ത് എടുത്ത് ഫ്രണ്ടിൽ അപ്പോൾ എംബാപ്പയും ഡെംബലയുണ്ട്. ഫ്രണ്ടിൽ എംബാപ്പയ്ക്ക് സപ്ലൈ ചെയ്യുന്നു. എംബാപ്പെ തിരിച്ചൊരു ബാക്ക് പാസ് ഡെംബലേക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ ഗോൾ ഫ്രാൻസിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ എംബാപ്പയുടെ കൃത്യമായ രീതിയിലുള്ള ഒരു ഡീകോ റണ്ണും അതുവഴി കിട്ടുന്ന റൈറ്റിലേക്ക് പോകാൻ കിട്ടുന്ന സ്പേസ് ഡെംബലെ യൂസ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷനും കാണാം. ഇതുപോലെ പന്ത് ക്യാരി ചെയ്യാനും പന്ത് മുന്നോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു എബിലിറ്റി ഒലീസയ്ക്കുള്ളത് ഈ മാച്ചിൽ ഫ്രാൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെംബലയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒലീസയുടെ അത്രയും പന്ത് ക്യാരി ചെയ്യുന്ന കീപ്പ് ചെയ്ത് കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ അല്ല ഡെംബലെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹവും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചില ഫൈൻഡിങ്സ്, ചില പാസ് ഫൈൻഡിങ്സ് ഈ ഒരു മാച്ചിൽ ബെനിഫിഷ്യൽ ആയിട്ട് ഫ്രാൻസിന് വന്നിട്ടുണ്ട്. 13ാമത്തെ മിനിറ്റിൽ ഡെംബലേക്ക് ഒരു ഇൻസൈഡിൽ ഒരു പോസ്റ്റും കിട്ടുമ്പോൾ അവിടെ നമുക്ക് ഒലീസ എക്സ്ട്രീമിൽ കാണാം. അവിടെ കിട്ടുന്ന പന്ത് എംബാപ്പയ്ക്ക് ഒരു ത്രൂ ബോൾ ഡെംബലെ കളിക്കുന്നതും എംബാപ്പയ്ക്ക് ആ ഓപ്പണന്റ് ബോക്സിന്റെ ഏരിയയിൽ വെച്ചിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ സിറ്റുവേഷൻ മാറുന്നതും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ എക്സ്ട്രീമിൽ വരുന്ന സമയത്ത് ഒലീസെ ആ ഒരു ഇൻസൈഡിൽ ഫ്രണ്ടിലേക്ക് റൺ ചെയ്യുന്ന ഒലീസയെ ത്രൂ ബോൾ കൊണ്ട് ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ ഡെംബലെ കൊടുക്കുന്ന ബോളുകൾ വേറെയും കണ്ടിരുന്നു. ഇതിനൊപ്പം തന്നെ സെൻട്രൽ സ്ട്രൈക്കർ ആയിട്ടുള്ള എംബാപ്പെ കൂടി ഈ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പല സമയത്തും ആ ഒരു ലൈനിൽ നിന്നും ഇറങ്ങി ഡ്രോപ്പ് ചെയ്ത് പോസ്റ്റിന് എടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതും അതുവഴി അദ്ദേഹത്തിലേക്ക് കിട്ടുന്ന പന്തുകൾ ആ ലൈനിന്റെ ഫ്രണ്ടിൽ വെച്ച് കണക്ട് ചെയ്ത് ഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വിങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. 4ാമത്തെ മിനിറ്റിൽ ഫ്രാൻസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന ഒരു ബോൾ ഡുവെ ഇൻസൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റ് പ്ലേയേഴ്സ് എല്ലാം, മൊറോക്കോ ഡിഫൻഡേഴ്സ് എല്ലാം ഇറങ്ങി ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോൾ, ഡീപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോൾ എംബാപ്പെ മാത്രം ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാം. അവിടെ കൃത്യമായിട്ട് ഡുവയ്ക്ക്
എംബാപ്പയെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതും എംബാപ്പെ പിന്നീട് ഒരു ഷോട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് എത്തുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പല സമയത്തും ലൈനിൽ നിന്നും അദ്ദേഹം ഇറങ്ങി പോസ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്നും സെൻറ്ററിൽ നിന്നും അദ്ദേഹത്തിലേക്ക് പന്ത് എത്തിക്കാൻ പാകത്തിന് അദ്ദേഹം അവൈലബിൾ ആയിട്ട് നിൽക്കുന്നതും അതുവഴി ഈ പറഞ്ഞ പോലെ ഷോട്ടുകളിലേക്ക് എത്തിക്കുന്നതോ അല്ലെങ്കിൽ വിങ് സ്വിച്ച് ചെയ്ത് പാസുകളിലേക്ക് എത്തിക്കുന്നതോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എംബാപ്പെ വഴിയും വരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ സ്വിച്ചിങ് ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒലീസ ആയിട്ടോ ഡംബലെ ആയിട്ടോ പൊസിഷൻ സ്വിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒലീസ അല്ലെങ്കിൽ ഡംബലെ ആയിരിക്കും ഫ്രണ്ടിൽ വരിക, എംബാപ്പെ ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കും. ആ രീതിയിലുള്ള സ്വിച്ചിങ്ങും എംബാപ്പെ നടത്തുന്നുണ്ട്. ആൻഡ് റൈറ്റിൽ നമ്മൾ കണ്ട റൊട്ടേഷൻ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എംബാപ്പെ കൂടി ഇൻവോൾവ്ഡ് ആവുന്ന രീതിയിലാണ് റൊട്ടേഷൻസ് വരുന്നത്. ലെഫ്റ്റ് വിങ്ങറായിട്ട് ഡുവയും ഇൻസൈഡിൽ എംബാപ്പയും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഡിയാഗ്നാണ് വരുന്നത്. ചില സിറ്റുവേഷൻസിൽ എംബാപ്പെ ഔട്ടിലേക്ക് പോകുന്നത്, എംബാപ്പെ എക്സ്ട്രീമിലേക്ക് പോയി അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ ഡുവയ്ക്ക് ഇൻസൈഡിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പൊസിഷൻ മാറുന്ന സിറ്റുവേഷൻസ് കാണാം. ഇതിനൊപ്പം തന്നെ റാബിയോട്ടും ആ ഒരു സൈഡിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പന്ത് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പല സമയത്തും ഫ്രാൻസിൻ്റെ ഏത് പ്ലെയർ എവിടെ വരും എന്നുള്ളത് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനോ ഒരു മാൻ മാർക്കിംഗ് എന്ന രീതിയിൽ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യാനോ പല സമയത്തും മൊറോക്കോയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പല പ്ലേയേഴ്സും ഫ്രീ ആവുന്നതും അവർക്ക് പന്ത് കീപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനും അറ്റാക്കിംഗ് പാറ്റേൺസ് തുറന്നെടുക്കാനും ഫ്രാൻസിന് സാധിച്ചു. ഈ മാച്ചിൽ 20-ലധികം അറ്റംപ്റ്റുകളാണ് ഫ്രാൻസ് നടത്തിയിരുന്നത്. ആൻഡ് ഇവിടെ ഒരുവിധപ്പെട്ട സിറ്റുവേഷൻസിലൊന്നും ഫ്രാൻസ് ഒരു ഇനീഷ്യൽ ബിൽഡപ്പ് എടുക്കുന്ന രീതി നമ്മൾ കാണുന്നില്ല. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുന്നത് അല്ലെങ്കിൽ പന്ത് കൈവശം വെക്കാൻ കിട്ടുന്നത് മൊറോക്കോക്കാണെങ്കിലും അതിൻ്റെ ഒരു അറ്റാക്കിംഗ് ബെനിഫിറ്റ് കിട്ടുന്നത് ഫ്രാൻസിനാണ്. അതിന് കാരണം ഫ്രാൻസിൻ്റെ ഒരു പ്രസ്സിംഗ് രീതിയാണ്, ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗ് രീതി. പല സമയത്ത് മൊറോക്കോ ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ബാക്കിൽ ഗോൾ കീപ്പറിനെയും സെൻറ്റർ ബാക്സിനൊക്കെ യൂസ് ചെയ്ത് അവർ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വളരെ ശക്തമായിട്ട് മാൻ ടു മാൻ എന്ന രീതിയിൽ മാൻ മാർക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഫ്രാൻസിനെ പല സമയത്തും കാണാം. ഒരു 4-3-3 ഒരു സ്റ്റാർട്ടിംഗ് ഷേപ്പിലാണ് പ്രസ്സിംഗ് ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗ് ഫ്രാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല സമയത്തും ഡംബലയും അതുപോലെ തന്നെ എംബാപ്പയും ഏറ്റവും ഫ്രണ്ടിൽ വരും. അവർക്ക് പിറകിലായിട്ട് ഇറങ്ങിയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പൊസിഷനിൽ ഒലീസയെ കാണാം. ഒരു വി ഷേപ്പ് അവിടെ ഫോം ചെയ്തിട്ട് മൊറോക്കോയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറോ ആരാണോ ആ ഒരു ഡിഫൻസീവ് ലൈൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ കാണാം. ആൻഡ് മിഡിലും ഒരു 3 പ്ലേയേഴ്സ് ഡുവേ ലെഫ്റ്റിലും അതുപോലെ തന്നെ റാബിയോട്ടും കോനയും. മൊറോക്കോ ഒരു വൈഡിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു 4-3-3 ഷേപ്പ് അങ്ങനെ സ്വിച്ച് ചെയ്ത് ഡുവോ ഏറ്റവും എക്സ്ട്രീമിൽ വരും. സെൻറ്ററിലേക്കുള്ള പാസുകൾ കട്ട് ചെയ്യാൻ വേണ്ടി റാബിയോട്ടും കോനയും ഉണ്ടാവും. ഫ്രാൻസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ അതേ രീതിയിൽ തന്നെ ആ ഒരു സൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് അവിടെ കോനയും അതുപോലെ തന്നെ റാബിയോട്ടും അവിടെയും വരും. അവർ മാൻ ടു മാൻ ഓരോ പ്ലെയറിനെയും കൃത്യമായിട്ട് ഓരോ പ്ലെയറിലേക്ക് മൊറോക്കോയുടെ ഒരു പ്ലെയറിലേക്ക് പാസ് വരുമ്പോൾ ആ ഒരു പ്ലെയറിനെ ടൈറ്റായിട്ട് പോയി ക്ലോസ് ഓൺ ചെയ്യുന്ന രീതിയിൽ പല സമയത്തും ഫ്രാൻസിൻ്റെ ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗ് മാറുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ റിക്കവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ മൊറോക്കോയ്ക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാതെ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കേണ്ടി വരുന്നതോ ലാസ്റ്റ് ഒരു ലോങ് ബോൾ കളിച്ചിട്ട് ആ ലോങ് ബോൾ സെക്കൻഡ് ബോൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കാതെ അങ്ങനെ ഫ്രാൻസ് റിക്കവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സോ ഒരുപാട് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റും. സോ ഇവിടെ എല്ലാം മൊറോക്കോയ്ക്ക് ഒരു മൊമെൻറ്റം കൊടുക്കാതെ ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് സോണുകളിലേക്ക് എത്താൻ പറ്റാതെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ അവരൊന്ന് പ്രഷറൈസ്ഡ് ആക്കാൻ പറ്റാതെ പോകാൻ ഇത് കാരണമായിട്ടുണ്ട്. ആൻഡ് മാച്ച് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ പോലും ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് മൊറോക്കോയ്ക്ക് എടുക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഹാഫ് 1-2 ഇടങ്ങളിൽ ഈ ഫ്രണ്ട് ലൈൻ പ്രസ്സിങ്ങിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ആ ഒരു ഓപ്പണിംഗ് ഹാഫിലേക്ക് എത്താൻ പറ്റിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായ രീതിയിലുള്ള ത്രെട്ടുകൾ ഫ്രാൻസിൻ്റെ ഗോൾ മുഖത്ത് ഉണ്ടാക്കാൻ മൊറോക്കോയ്ക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ ഹാഫിലേക്ക് വരുമ്പോഴും ഈ സെയിം സംഭവം കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഫ്രാൻസ് ചെയ്യുന്നത്. അവിടെയാണ് 2 ഗോൾ കണ്ടെത്താൻ ഫ്രാൻസിന് സാധിക്കുന്നത്. ഫസ്റ്റ് ഗോളിലേക്ക് വരുമ്പോൾ കുറേയൊക്കെ പന്ത് നഷ്ടപ്പെടുത്തി വീണ്ടും റിക്കവർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ബോളാണെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് ആ ഒരു പ്രസ്സിംഗ് സിറ്റുവേഷനിലേക്ക് ആ ഒരു മെന്റാലിറ്റി കാണിച്ചതുകൊണ്ട് തന്നെ മൊറോക്കോയിൽ നിന്ന് നഷ്ടപ്പെടുന്ന പന്ത് വീണ്ടും വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ ഫ്രാൻസിന് സാധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എംബാപ്പയ്ക്ക് ഇൻസൈഡിൽ ഒരു ബോൾ കിട്ടുന്നതും വളരെ ടൈറ്റ് ആയുള്ള ഒരു ആംഗിളിൽ വളരെ നീറ്റ് ആയുള്ള ഒരു ഫിനിഷിങ്ങിൽ എംബാപ്പയ്ക്ക് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് 2 ഗോൾ വന്നതിന് ശേഷമാണ് ഒരു ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗിൽ നിന്ന് മൊറോക്കോയ്ക്ക് ഒരു മോചനം കിട്ടുന്നത്. ആ സമയത്ത് ഒരു 4-4-2 ഷേപ്പിലേക്ക് ഡിഫൻസീവ് ഷേപ്പിലേക്ക് ഫ്രാൻസ് മാറുന്നുണ്ട്. പക്ഷെ അവിടെയും കാര്യമായ രീതിയിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മൊറോക്കോ പരാജയപ്പെടുന്നുണ്ട്. ഈ 4-4-2 ഷേപ്പിൽ നിന്നിട്ട് റിക്കവർ ചെയ്ത് ട്രാൻസിഷൻ ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ ഫ്രാൻസിൻ്റെ അറ്റാക്സ് കാണുന്നത്. ബാർക്കോളയിലൂടെ വരുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു സൈഡിൽ വീണ്ടും മൊറോക്കോയ്ക്ക് ഒരു ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാൻസ് അവരുടെ നീറ്റ് ആൻഡ് ക്ലീൻ പ്രസ് ചെയ്യേണ്ട സമയത്ത് പ്രസ് ചെയ്തു, പന്ത് കീപ്പ് ചെയ്യേണ്ട സമയത്ത് കീപ്പ് ചെയ്തു, ഗോൾ സ്കോർ ചെയ്യേണ്ട സമയത്ത് 2 ഗോളും വന്നു. സോ ഈ ഒരു രീതിയിൽ വിജയം നേടിയെടുക്കാൻ ഫ്രാൻസിന് സാധിച്ചിട്ടുണ്ട്. സോ വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് എന്ന് പറയേണ്ടി വരും. ആ ഒരു കോൺഫിഡൻസ് കാണിക്കാൻ മൊറോക്കോയ്ക്കും സാധിച്ചിട്ടില്ല. സോ എന്തായാലും ഈ ഒരു മാച്ചിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.